ഭീതിയുടെ നിഴൽ വീണ ബോക്സർ വനങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട ആ രാത്രിയെക്കുറിച്ച് ജോർജ് ഹോഗൻ നോൾസ് തൻ്റെ ഗ്ലിപ്പ് ഓഫ് ദ ജംഗിൾ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആ കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കുന്ന ഒന്നാണ് ആ കഥ. ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ബോക്സർ കാടുകളിൽ വേട്ടയാടുവാൻ അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 7 ദിവസത്തെ പെർമിഷൻ മാത്രമായിരുന്നു. ആ 7 ദിവസത്തിനുള്ളിൽ പരമാവധി വേട്ടയാടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അദ്ദേഹത്തിന് 2 ദിവസക്കാലം ഒരു കടുവയെയും അതിൻ്റെ ഇരയെയും തേടി അലച്ചിലിൽ പാഴായിപ്പോയി. അങ്ങനെ ഒരു വൈകുന്നേരം കടുവയെ പിടിക്കുവാൻ വേണ്ടി ഒരു പോത്തിനെ ഇരയായി കെട്ടിയിട്ട് അവർ അവിടെ നിന്നും മടങ്ങി. അങ്ങനെ അവർ മടങ്ങുമ്പോൾ തന്നെയാണ് വനത്തിൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഗർജനം കേട്ടത്. ആ ഗർജനം ഒരു കടുവയുടേതായിരുന്നു. അതിൻ്റെ ഗർജനത്തിൽ കാടൊന്നടങ്കം വിറച്ചു നിന്നുപോയി. ഇപ്പോൾ അവർ പോത്തിനെ കെട്ടിയിട്ട സ്ഥലത്ത് നിന്നും വെറും 2.5 മൈൽ അകലെയായിരുന്നു അവർ താമസിക്കുന്ന ആ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്, അതായത് ഫോറസ്റ്റ് ബംഗ്ലാവ്. അങ്ങനെ അവർ ആ പോത്തിനെ അവിടെ കെട്ടിയതിന് ശേഷം ആ ബംഗ്ലാവിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആ യാത്രയിൽ അവർ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. അന്ന് രാത്രിയിൽ അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് ആ കടുവയെ പറ്റിയാണ്. ആ കടുവയുടെ സാന്നിധ്യം ആ വനത്തിലുണ്ടെന്നും ഇന്ന് തന്നെ ആ പോത്തിനെ ആ കടുവ ആക്രമിച്ചു പിടിക്കുമെന്നും പിറ്റേന്ന് തന്നെ അവിടേക്ക് പോയി ആ ഇരയെ പിന്തുടർന്നുകൊണ്ട് ആ കടുവയെ പിടിക്കാമെന്നുമാണ് അവർ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പദ്ധതി പ്രകാരം പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം അവർ അവിടേക്ക് പുറപ്പെട്ടു. ഇന്ത്യൻ വേട്ടക്കാരെ വിശ്വസിച്ചു മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്നും അതിനവരെ വിട്ടു നൽകരുതെന്നും നോൾസിന് നിർബന്ധമുണ്ടായിരുന്നു. അവരിപ്പോൾ പദ്ധതി പ്ലാൻ ചെയ്തത് ഒരു നദിയുടെ തീരത്തേക്ക് പോകാനാണ്. ആ നദിയുടെ തീരത്ത് ഒരു തടിപ്പാലമുണ്ട്. അവിടെയാണ് പരിശീലനം ലഭിച്ച 2 ആനകളെ ഇതിനുവേണ്ടി അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനിയും അവിടേക്കുള്ള യാത്രയാണ്. നോൾസ് തിരഞ്ഞെടുത്തത് കാളവണ്ടി ആയിരുന്നില്ല, സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഒരു കാർ ആയിരുന്നു. ആ കാറിൻ്റെ എൻജിൻ അത്രമേൽ വിശ്വസ്തമായിരുന്നു. ആ കാർ തിരഞ്ഞെടുക്കുവാനും ഒരു കാര്യമുണ്ടായിരുന്നു. അവരിപ്പോൾ ഒരു വേട്ടയാടുവാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരുപാട് സമയമൊന്നും പാഴാക്കി കളയുവാൻ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം അവിടെ എത്തണം. ക്ഷീണവും തളർച്ചയൊന്നും അവരെ ബാധിക്കരുത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ജോർജ് ഹോഗൻ കാർ തിരഞ്ഞെടുത്തത്. വനപാതയിലൂടെ അതിവേഗം ആ കാർ സഞ്ചരിച്ചു. കാർ എവിടം വരെ പോകുന്നു അവിടം വെച്ച് നിർത്താമെന്നും അതിനുശേഷം മുന്നിലേക്ക് നടക്കാമെന്നുമായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ കാർ വനപാതയിലൂടെ അതിവേഗം സഞ്ചരിച്ചു. അവർ കരുതിയിരുന്നത് പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവർ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ അവർക്ക് ആ തടിപ്പാലത്തിൻ്റെ അരികിലേക്ക് എത്തുവാൻ സാധിച്ചു. വഴിക്ക് വെച്ച് നിന്നുപോകുമെന്ന് കരുതിയിരുന്ന ആ യാത്ര വന്നവസാനിച്ചത് ആ തടിപ്പാലത്തിൻ്റെ അരികിലായിരുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നം അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ, ആ തടിപ്പാലത്തിൻ്റെ അരികിലേക്കാണ് അവർ ട്രെയിൻ ചെയ്ത ആനകളെ കൊണ്ടുവരുവാൻ വേണ്ടി പറഞ്ഞത്. അവരവിടെ എത്തിയപ്പോൾ ആനകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആനകൾ ഇല്ലാത്തതായിരുന്നില്ല അവരുടെ പ്രശ്നം. ആനകളുടെ മുകളിൽ നിന്ന ഇന്ത്യൻ വേട്ടക്കാരുടെ കൈവശമായിരുന്നു അവരുടെ റൈഫിലുകളെല്ലാം ഉണ്ടായിരുന്നത്. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത്. സാവധാനം അവർ ചുറ്റും പരിശോധിച്ചപ്പോൾ ആനകളുടെ കാൽപ്പാടുകൾ വ്യക്തമായി തന്നെ അവർക്ക് അവിടെ കാണാൻ സാധിച്ചു. എന്നാൽ ചുറ്റുപാടും നിശബ്ദമായതുകൊണ്ടും നിശബ്ദത പാലിക്കേണ്ട സമയമായതുകൊണ്ടും അവർ ഉറക്കെ വിളിക്കുവാൻ മെനക്കെട്ടില്ല. ഒടുവിൽ ആയുധങ്ങളൊന്നുമില്ലാതെ നിരായുധരായി തന്നെ ആ 4 പേരും ആ നിബിഡ വനത്തിലൂടെ ആ പോത്തിനെ കെട്ടിയ ഇടത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ നിരാശരാക്കാൻ പോകുന്ന ഒന്നായിരുന്നു. കാരണം അവർ തലേന്ന് കെട്ടിയ ആ പോത്തുണ്ടല്ലോ, അവിടെ നിന്ന് പുല്ല് തിന്നുകയാണ്. അതിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അത് സന്തോഷത്തോടെ തന്നെയാണ് ആ പുല്ലുകൾ അവിടെ നിന്നും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോത്ത് അവർ വന്നപ്പോൾ അവരെ ഒന്ന് നോക്കുക കൂടി ചെയ്തു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആ 4 പേരും ചുറ്റുപാടും ഒന്നുകൂടി പരിശോധിച്ചു. അങ്ങനെ അവിടെ പരിശോധനയിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ആ വലിയ കടുവയുടെ കാൽപ്പാടായിരുന്നു. അതിനർത്ഥം തലേന്ന് രാത്രിയിൽ ആ കടുവ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഈ പോത്തിനെ ആക്രമിക്കുവാനോ അതിനെ കൊലപ്പെടുത്തി ഭക്ഷിക്കുവാനോ ശ്രമിച്ചില്ല. പകരം ചുറ്റുപാടും നിരീക്ഷിച്ച് അത് തിരികെ മടങ്ങിപ്പോകുക മാത്രമാണ് ചെയ്തത്.
ഇതിൻ്റെ പിന്നിലെ കാരണമായി അവർ കരുതിയത് തലേന്ന് ദിവസം തന്നെ ആ കടുവയ്ക്ക് മറ്റേതെങ്കിലും ഒരു ഇരയെ കിട്ടിക്കാണണം, അതുകൊണ്ടായിരിക്കാം ഈ പോത്തിനെ അത് പിടിക്കാതെ മടങ്ങിപ്പോയത് എന്നാണ്. അങ്ങനെ അവർ ആ പോത്തിനെ കെട്ടിയ സ്ഥലത്ത് നിന്നും തിരികെ ആ തടിപ്പാലത്തിൻ്റെ അരികിലേക്കെത്തി. തടിപ്പാലത്തിൻ്റെ അരികിലേക്കെത്തിയപ്പോൾ 2 ആനകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതും പരിശീലനം ലഭിച്ച ആനകളായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ആനകളുടെ പുറത്തേറി കുറേ സമയം കാട്ടിലൂടെ ആ കടുവയെ അന്വേഷിച്ച് നടന്നു. പിന്നീട് വീണ്ടും ആ തടിപ്പാലത്തിൻ്റെ അരികിലെത്തുകയും ആനയെ തിരികെ കൊണ്ടുപോകാൻ പറഞ്ഞതിന് ശേഷം അവരുടെ കാറിൽ തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ക്യാമ്പിലേക്ക് മടങ്ങുന്നതിന് മുന്നേ തന്നെ ആനപ്പാപ്പാന്മാർക്ക് ഒരു നിർദ്ദേശവും കൂടി കൊടുത്തിരുന്നു. രാവിലെ തന്നെ ആനകളുമായി ബംഗ്ലാവിലേക്ക് വരണം എന്നതായിരുന്നു ആ നിർദ്ദേശം. അതിനുശേഷം അവർ ബംഗ്ലാവിലേക്ക് മടങ്ങി. ബംഗ്ലാവിലെത്തിയ സമയം മുതലേ തന്നെ എന്താണ് നടന്നതെന്ന ചർച്ചയിലായിരുന്നു അവർ. അങ്ങനെ പിറ്റേന്ന് കാലത്തെ ആ കടുവ ഉറപ്പായും ആ ഇരയെ പിടിക്കുമെന്ന വിശ്വാസത്തിൽ അന്നത്തെ രാത്രി അവർ കടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ആനകളുമായി പാപ്പാന്മാർ അവിടെ എത്തി. പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ആനകളുടെ പുറത്തേറി നമ്മൾ മുന്നേ പറഞ്ഞ ആ തടിപ്പാലത്തിൻ്റെ അരികിലേക്കും അവിടെ നിന്നും അവർ പോത്തിനെ കെട്ടിയ സ്ഥലത്തേക്കും അവർ യാത്ര തുടർന്നു. ഏകദേശം ഉച്ചയായതോടെയാണ് അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. തലേ ദിവസം അവരവിടെ എത്തിയപ്പോൾ എന്ത് കാഴ്ചയാണോ കണ്ടത്, ആ കാഴ്ച തന്നെയാണ് ഇന്നും അവർ കണ്ടത്. ആ പോത്ത് അവിടെ നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഭാവവ്യത്യാസവും അതിനുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ചുറ്റുപാടും പരിശോധിച്ചപ്പോൾ ആ കടുവയുടെ കാലടയാളങ്ങളൊന്നും തന്നെ അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല. പ്രകോപിതരായ അവർ അവരുടെ ആനകളുടെ പുറത്തേറി ആ കാട് മുഴുവൻ ആ കടുവയ്ക്ക് വേണ്ടി അരിച്ചു വെറുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നിശബ്ദമായി അവരുടെ റൈഫിലുകളെല്ലാം തയ്യാറെടുത്തുകൊണ്ട് ആ കടുവയെ അന്വേഷിച്ച് ആ കാടായ കാടെല്ലാം അവർ നടന്നു. അവരുടെ നിഗമനപ്രകാരം ഇതായിരുന്നു: ആ കടുവയ്ക്ക് മറ്റേതോ ഒരു വലിയ ഇരയെ കിട്ടിയിരിക്കുന്നു. അതെവിടെയെങ്കിലും പാത്ത് വെച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ അടുത്തെങ്ങും കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിലും അവരുടെ വിശ്വാസം കൈവിടാതെ ആ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവർ തുടർന്നു. എന്നാൽ അന്നത്തെ ദിവസവും പാഴായി പോവുകയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവർ അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങുവാൻ തീരുമാനമെടുത്തു. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകി തുടങ്ങിയിരുന്നു. ഇരുട്ടാകാൻ തുടങ്ങിയിരുന്നു. അങ്ങകലെ വനത്തിൽ നിന്നും എവിടെ നിന്നോ ആനകളുടെ ചിഹ്നം വിളിയും കടുവയുടെ ഗർജനകളുമെല്ലാം കേൾക്കാൻ കഴിയുമായിരുന്നു. തികച്ചും നിശബ്ദമായ ആ വനത്താരയിലൂടെ അവർ നടക്കുമ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ വല്ലാത്ത ഭയം കൂട്ടി. അതുമാത്രമായിരുന്നില്ല, ആനകൾ വല്ലാതെ അസ്വസ്ഥരായിരുന്നു. അവർ എത്രയും വേഗം ക്യാമ്പിലേക്കെത്തി തങ്ങളുടെ ശർക്കരയും റൊട്ടിയും കഴിച്ചു തീർക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത്. കാട്ടിൽ നിന്നും മടങ്ങുമ്പോൾ വേട്ടക്കാർ സാധാരണ പുലർത്താറുള്ള ജാഗ്രത അവർ അല്പം കൈവിട്ടിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും പുകവലിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടാണ് ആനയുടെ പുറത്തേറി നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാടിൻ്റെ നടുവിലൂടെയുള്ള ആ യാത്ര ആസ്വദിച്ചുകൊണ്ട് ആനപ്പുറത്ത് അവർ അങ്ങനെ ഇരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സംഭവം നടന്നത്. പാപ്പാന്മാരുടെ നിർദ്ദേശമില്ലാതെ പെട്ടെന്ന് ആനകൾ നിന്നു. പാപ്പാന്മാർ എത്ര ശ്രമിച്ചിട്ടും ആനകൾ മുന്നിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. എന്തോ അപായ സൂചന അവർക്ക് കിട്ടിയിരിക്കുന്നു. ആനകൾ തങ്ങളുടെ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി ഗന്ധം പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെയാണ് ആ കാഴ്ച തോന്നിയത്. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിൻ്റെ സൂചനയായിരുന്നു അത്. ജോർജിൻ്റെ സുഹൃത്തായ ഡിക്സ് അപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകി. ശ്രദ്ധിക്കണം, വെറും 15 അടി അകലെ ഒരു കാട്ടാന പതുങ്ങിയിരുന്നാൽ പോലും നമുക്ക് ഈ ഇരുട്ടിൽ അത് കാണാൻ കഴിയില്ല. വീണ്ടും ആനകളുമായി അവർ മുന്നിലേക്ക് നടന്നു. ഡിക്സിൻ്റെ ആനയായിരുന്നു മുന്നിൽ നടന്നിരുന്നത്. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അവർ ഒരു ചതുപ്പ് പ്രദേശത്തേക്ക് പ്രവേശിച്ചു. 2-3 ചുവടുകൾ വെച്ചപ്പോൾ തന്നെ ഡിക്സ് സഞ്ചരിച്ച ആന പെട്ടെന്ന് അവിടെ നിന്നു. തൊട്ടു പിന്നാലെയുള്ള ആനയിൽ ഉണ്ടായിരുന്നത് ജോർജ് ഹോഗൻസ് ആയിരുന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആനയ്ക്ക് ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയില്ലെന്ന് തന്നെ പറയാം. കഷ്ടിച്ചാണ് ആ ആനയും മുന്നിൽ പെട്ടെന്ന് നിശ്ചലമായ ആനയും തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവായത്. പറ്റുമെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പിന്നോട്ട് പോകൂ, ഡിക്സ് പതുക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. കാതടപ്പിക്കുന്ന ഒരു ചിഹ്നം വിളി മുന്നിൽ നിന്നും ഉയർന്നു. അതിന് പിന്നാലെ ചതുപ്പിന് 4 ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടത് ആനക്കൂട്ടങ്ങളുടെ നിലവിളിയായിരുന്നു. വെള്ളത്തിലൂടെ ആനകൾ അതിവേഗം നീങ്ങി വരുന്നതിൻ്റെ പതക് പതക് എന്ന ശബ്ദം ചുറ്റുപാടും ഉയർന്ന് കേൾക്കാമായിരുന്നു. പകൽ സമയത്ത് പോലും ആനക്കൂട്ടത്തിൻ്റെ പാച്ചിൽ അപകടകരമാണ്. എന്നാൽ രാത്രിയിൽ അത് മരണതുല്യവും. ആനകളെക്കുറിച്ച് ഒരു സത്യം നിങ്ങളോട് പറയാം. ആനകൾ സിംഹങ്ങളെപ്പോലെ ധീരന്മാരാണെങ്കിലും ചിലപ്പോൾ എലിയെ കണ്ട് പേടിക്കുന്ന പെൺകുട്ടികളെപ്പോലെ വാലും ചുരുട്ടിക്കൊണ്ട് ഓടുന്നവരുമാണ്.
ഇങ്ങനെയുള്ള ആനകളെ നിയന്ത്രിക്കുവാൻ മികച്ച പാപ്പാന്മാർ ആവശ്യമാണ്. എന്നാൽ ജോർജും കൂട്ടരും ആ രാത്രിയിൽ വലിയൊരു അപകടത്തിലായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന 2 ആനകളും വേട്ടയ്ക്ക് പരിശീലനം ലഭിച്ച ആനകളായിരുന്നില്ല എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അവ വെറും ഭാരം ചുമക്കുന്ന ആനകളായിരുന്നു, അതായത് വളർത്താനകളായിരുന്നു. അവർക്ക് കാട്ടാനകളെ കണ്ട് വലിയ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കാടിനെക്കുറിച്ച് വലിയ ധാരണകളും അവയ്ക്കില്ല. ചുറ്റും ആനക്കൂട്ടങ്ങളുടെ ചിഹ്നം വിളി ഉയരുമ്പോൾ ഈ വളർത്താനകൾ പാപ്പാന്മാരെ അനുസരിക്കുമോ അതോ ഭയന്നോടുമോ എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ലായിരുന്നു. ഇതിനു പുറമെ മറ്റൊരു മണ്ടത്തരം കൂടി അവർക്ക് സംഭവിച്ചിരുന്നു. എപ്പോഴും അവർ കൂടെ കരുതുന്ന വിളക്കും ഷോട്ട് ഗണ്ണും അന്ന് അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആനകളെ വിരട്ടി ഓടിക്കുവാൻ തീയോ ഷോട്ട് ഗണ്ണിൻ്റെ ശബ്ദമോ ഏറ്റവും ഫലപ്രദമാണ്. അങ്ങനെ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ ആനകളെ അനുസരിപ്പിച്ച് ഫയർലൈനിൻ്റെ അരികിലേക്ക് നടക്കുവാൻ തുടങ്ങി. അങ്ങനെ അവിടേക്ക് നടക്കുവാൻ തുടങ്ങിയ സമയത്താണ് 50 വാര അകലെ ആ കാഴ്ച കണ്ടത്. ഫയർലൈനിൻ്റെ നടുവിലായി ആ കൂറ്റൻ കൊമ്പനാന അവർക്ക് നേരെ നോക്കി നിൽക്കുന്ന കാഴ്ച. അവിടെ കണ്ട ആനയുടെ ശരീരത്തിൻ്റെ കരുത്തും വടിവും വ്യക്തമായിരുന്നു. ആനപ്പുറത്തിരിക്കുന്നത് സുരക്ഷിതമാണോ അതോ താഴെ ഇറങ്ങി ഓടണോ എന്ന് അവർ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി. പക്ഷേ ആനയുടെ പുറത്തു നിന്നും തറയിലിറങ്ങിയാൽ അത് മരണതുല്യമാണ്. ഇനിയിപ്പോൾ ആനയുടെ പുറത്തിരുന്നാലും മറ്റേ കൊമ്പനാന ഇവരെ ആക്രമിക്കുമെന്നും അറിയാം. അങ്ങനെ ആക്രമിച്ചാൽ ഇവരുടെ ആനകൾക്ക് സാമാന്യം നല്ല പരിക്ക് തന്നെ ഉണ്ടാകും. തങ്ങളുടെ സുഹൃത്തായ മഹാരാജാവിൽ നിന്നും കടം കൊണ്ട ആനകളാണിത്. ഇവയ്ക്ക് പരിക്കേൽപ്പിച്ച് ഇവയെ പരിക്കുകളോടെ തിരികെ നൽകുവാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഇനി എന്തു ചെയ്യണം എന്ന കൺഫ്യൂഷനിലായിരുന്നു അവർ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ കൊമ്പൻ പെട്ടെന്ന് തൻ്റെ മുഖം അവർക്ക് നേരെ തിരിച്ചത്. ആ കാഴ്ച കണ്ടതോടെ ജോർജ് ഹോഗൻ്റെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ആ കൊമ്പൻ ഒരു പ്രതിമ പോലെ അനങ്ങാതെ നിന്നു. അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റാനകൾ അവരെ കടന്നുകൊണ്ട് മുന്നിലേക്ക് പതിയെ നടന്നു നീങ്ങി. എന്നാൽ ഫയർലൈനിൻ്റെ ഒത്ത നടുക്ക് നിന്നിരുന്ന ആ കൊമ്പന് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. അവൻ ഇവരെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. ആ കൊമ്പൻ ഇവരെ വകവരുത്തുമെന്ന് തന്നെയാണ് ഇവർക്ക് തോന്നിയത്. അവനെ വെടിവെക്കുന്ന കാര്യം ആലോചിക്കാനേ കഴിയില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു ആനക്കൂട്ടത്തിൻ്റെ പാച്ചിലിന് കാരണമാകും. ഏകദേശം 40 മുതൽ 50 ആനകൾ വരെ ഉണ്ട് ആ വലിയ കൂട്ടത്തിൽ. അതൊരുമിച്ച് പാഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിന് പുറമെ ആനകളെ കൊല്ലുവാനുള്ള പെർമിറ്റ് ഞങ്ങളുടെ കൈവശമില്ല. പെർമിറ്റില്ലാതെ ആ കാട്ടാനയെ കൊന്നാൽ അല്ലെങ്കിൽ അതിനെ വെടിവെച്ചാൽ 500 രൂപ പിഴയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിയമ നടപടികൾക്ക് വിധേയരാകുകയും ചെയ്യേണ്ടി വരും. അത് ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തി. കൂടുതൽ തന്നെ ആ കൊമ്പൻ ഒരു ചുവട് മുന്നിലേക്ക് വെച്ചു. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഡിക്സന്റെ റൈഫിൽ ലോഡ് ചെയ്യുന്ന ശബ്ദം അപ്പോൾ ജോർജ് ഹോഗൻസിന് കേൾക്കുവാൻ സാധിച്ചു. തിരികെ പോകൂ, പുറകോട്ട് പോകൂ, ഡിക്സൺ താഴ്ന്ന സ്വരത്തിൽ ആജ്ഞാപിച്ചു. ആനപ്പാപ്പാന്മാർ അവരുടെ അങ്കുശം ഉപയോഗിച്ച് ആനകളെ കുത്തി പിന്നിലോട്ട് നീക്കാൻ ശ്രമിച്ചെങ്കിലും അവ പേടിച്ചു വിറച്ച് ഒരടി പോലും അനങ്ങാതെ അവിടെ തന്നെ അങ്ങനെ നിന്നു. ഈ സമയം ജോർജ് ഹോഗൻസ് ഒരു കൈകൊണ്ട് ആനപ്പുറത്തെ കയറിലും മറു കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൈഫിളിലും മുറുകെ പിടിച്ചു. അവർക്ക് മുന്നിൽ നിൽക്കുന്ന ആ കൊമ്പനാന അതിനെ തുമ്പിക്കൈ വായിലേക്ക് ഉയർത്തിയും താഴ്ത്തിയും അവരെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജോർജ് ഹോഗൻസിന് തൻ്റെ ഹൃദയമിടിപ്പ് ഒരു പമ്പ് പ്രവർത്തിപ്പിക്കുന്നത് പോലെ വ്യക്തമായി തന്നെ കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് അവരുടെ ഇടതുവശത്തു നിന്നും ഒരു സാമ്പാർ മാനിൻ്റെ ഉച്ചത്തിലുള്ള അലാറം കോൾ മുഴങ്ങി. അതോടെ കൊമ്പൻ അല്പം ആശയക്കുഴപ്പത്തിലായി. ഇത് കടുവയെ കണ്ടിട്ടുള്ള വിളിയാണോ എന്ന് ആ ആനയും സംശയിച്ച് കാണണം. അതൊന്നും വകവയ്ക്കാതെ ആ കൊമ്പൻ വീണ്ടും തങ്ങളെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുന്ന കണ്ടപ്പോൾ ജോർജ് ആനപ്പുറത്തു നിന്നും ചാടി രക്ഷപ്പെടുവാൻ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ ക്യാമറ നിലത്തേക്ക് എറിഞ്ഞു. എന്നാൽ അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നാണ് അപ്പോൾ അവിടെ സംഭവിച്ചത്. നിശബ്ദമായി കടന്നിരുന്ന ആ കാടിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം അവിടെ ആകെ മുഴങ്ങി. ആ ശബ്ദം കേട്ടതും കൊമ്പൻ ഒന്ന് ഞെട്ടിത്തരിച്ചു നിന്നുപോയി, ഒന്ന് ഭയന്നു വിറച്ചു. ജോർജ് ഹോഗൻസിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും വഹിച്ചുകൊണ്ട് ആനകൾ ക്യാമ്പ് ലക്ഷ്യമാക്കി അവിടെ നിന്നും അപ്പോൾ തന്നെ പാഞ്ഞു. കിലോമീറ്ററോളം ആനകൾ നിർത്താതെ ഓടി. ഏകദേശം 1 മൈൽ ദൂരം വെറും 5 മിനിറ്റ് കൊണ്ടാണ് അവർ പിന്നിട്ടത്. അങ്ങ് ദൂരെ ക്യാമ്പിൽ നിന്നുള്ള തീക്കുണ്ടങ്ങൾ കണ്ടപ്പോഴാണ് ആനകൾക്ക് ശ്വാസം നേരെ വീണത്. ആനകൾ തളർന്നു വിറച്ച് നിന്നു. മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ജോർജും കൂട്ടുകാരും ആനയുടെ പുറത്തിരുന്ന് തന്നെ ഒരു സിഗരറ്റ് കൊളുത്തി. അവിടെ അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വിശ്വസിക്കുവാൻ
അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. അങ്ങ് ദൂരെ കടുവയുടെ ഗർജനവും ആനയുടെ ചിഹ്നം വിളിയും ഇപ്പോഴും അവൾക്ക് കേൾക്കുവാൻ കഴിയുമായിരുന്നു. ജോർജും കൂട്ടരും ഇരുന്ന ആനകൾക്ക് ഇപ്പോഴും ഭയം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ആ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. സമയം നോക്കിയപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ആ ഓട്ടത്തിനിടയിൽ പലതും അവർക്ക് നഷ്ടമായിരുന്നു. ക്യാമറ മാത്രമായിരുന്നില്ല, വെടിയുണ്ടകളടങ്ങിയ ബോക്സ്, തൊപ്പികൾ, 2 കോട്ടുകൾ, കമ്പിളിപ്പുതപ്പ്, കേണൽ മാർക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലാസ്ക്, ഇവയെല്ലാം അവർക്ക് നഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ ഈ രാത്രിയിൽ അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടവ കണ്ടെത്തുവാൻ വേണ്ടി തിരികെ അവിടേക്ക് പോകുക എന്നത് ആത്മഹത്യാപരമാണ്. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊമ്പന്മാരുണ്ടല്ലോ, പലപ്പോഴും ഇരകളെ പിന്തുടരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഇവരെയും പിന്തുടർന്നുകൊണ്ട് ആ കൊമ്പനാന വരുന്നുണ്ട് എന്ന് അവർക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ബാക്കി ഉണ്ടകൾ അവർ കയ്യിലെടുത്ത് വെച്ചത്. ക്യാമ്പിലേക്ക് ഇനിയും കുറച്ചു ദൂരം കൂടിയുണ്ട്. സമാധാനത്തോടെ അവർ വീണ്ടും മുന്നിലേക്ക് നടത്ത തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നും മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദം അവർ കേട്ടു. ആനകളെ വേഗത്തിൽ നയിച്ചോളൂ, ഡിക്സ് ഉറക്കെ ആജ്ഞാപിച്ചു. ആ കൊമ്പൻ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. ജോർജും കൂട്ടരും റൈഫിലുകളെടുത്ത് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ റൈഫിൽ ചൂണ്ടി. കാഞ്ചിയിൽ മേൽ വിരൽ വെച്ചു. ഒരു മരച്ചില്ല കൂടി ഒടിയുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും കാഞ്ചിയുടെ വിരൽ അമർത്തി. ശബ്ദം കേട്ട ദിക്കിലേക്ക് വെടിയുണ്ടകൾ ഗർജിച്ചുകൊണ്ട് പാഞ്ഞു. ഈ ശബ്ദങ്ങൾ കേട്ടതും പേടിച്ചരണ്ട് അവർ ഇരുന്ന ആനകൾ വീണ്ടും അതിവേഗം മുന്നിലേക്ക് പാഞ്ഞു. അങ്ങനെ മുന്നിലേക്കുള്ള ആ പാച്ചിലിൽ ആനപ്പുറത്തിരുന്ന അവരുടെ തലകൾ മുന്നിൽ പോകുന്ന മരച്ചില്ലകളിൽ തട്ടാതിരിക്കുവാൻ വേണ്ടി ആനയിലേക്ക് ചേർന്നാണ് കിടന്നിരുന്നത്. അതിവേഗമാണ് ഇപ്പോൾ ആന സഞ്ചരിക്കുന്നത്. ക്യാമ്പിൻ്റെ മുന്നിൽ പഴയൊരു തടിപ്പാലമുണ്ടായിരുന്നു. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആനകൾ അവിടേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനയുടെ നിർത്താതെയുള്ള ഓട്ടം കണ്ടപ്പോൾ ഞങ്ങൾ കരുതിയത് ആ തടിപ്പാലത്തിൽ കയറി ആ തടിപ്പാലവും പൊളിച്ചുകൊണ്ട് ആനയും ഞങ്ങളും ആ തോട്ടിലേക്ക് വീഴുമെന്നാണ്. എന്നാൽ കൊടുന്നതിന് തന്നെ ആ തടിപ്പാലത്തിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും അവ ദിശ മാറ്റി. തോട്ടിലേക്ക് ആനകൾ ഇറങ്ങുകയും തോടുവഴി കരയിലേക്ക് ഓടുകയും ചെയ്തു. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ആനകൾക്ക് അവരുടെ ഭാരത്തെപ്പറ്റി നല്ല ധാരണയുണ്ട്. പിന്നെ ആനയുടെ ആ ഓട്ടം വന്ന് അവസാനിച്ചത് ക്യാമ്പിൻ്റെ മുന്നിലാണ്. ക്യാമ്പിൻ്റെ മുന്നിലെത്തി ആനയുടെ പുറത്തുനിന്നും ജോർജും സംഘവും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവരുടെ കാലുകളും കൈകളുമെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ക്യാമ്പിലിരുന്നു കൊണ്ട് അവർ അന്ന് നടന്ന സംഭവത്തെപ്പറ്റി ആ രാത്രിയിൽ ചർച്ച ചെയ്തു. സത്യത്തിൽ ആ കടുവ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണോ അവിടെ വന്നത്? കഴിഞ്ഞ 10 ദിവസമായി ആ കൊമ്പൻ ആ താഴ്വരയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി. കടുവയുടെ ഇരകളെ പലപ്പോഴും ഈ ആനകൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടാകണം. അന്നത്തെ ആ രാത്രിയിൽ കടുവ ഒരു മാനിനെ വേട്ടയാടുവാൻ ശ്രമിക്കുമ്പോഴായിരിക്കണം ഈ കൊമ്പൻ അവിടെ തടസ്സമായി നിന്നത്. തൻ്റെ ഇരയെ നഷ്ടപ്പെട്ട ദേഷ്യത്തിലായിരിക്കണം കടുവ ആ ഉഗ്രമായി ഗർജനം പുറപ്പെടുവിച്ചത്. ആ കടുവയുടെ ആ ഒരു ഗർജനമാണ് ആനകളെ അവിടെ നിന്നും ഓടിക്കുവാനും ജോർജിനെയും സംഘത്തെയും മരണത്തിൽ നിന്നും രക്ഷിക്കുവാനും സഹായിച്ചത്. ഇതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. തങ്ങൾ ആ കാട്ടിലേക്ക് കൊണ്ടുപോയത് പരിശീലനം ലഭിച്ച ആനകളെ ആയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അപകടത്തിലേക്ക് അവർ ചെന്ന് പെടില്ലായിരുന്നു. അങ്ങനെ ആ വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ആ രാത്രി അവർ ആ ക്യാമ്പിൽ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ നഷ്ടപ്പെട്ട സാധനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അല്പം സങ്കടത്തിലാക്കി. തങ്ങൾക്കുണ്ടായ നഷ്ടം ചെറുതല്ലായിരുന്നു. നഷ്ടപ്പെട്ടു പോയവയൊന്നും തിരികെ കിട്ടാൻ പോകുന്നില്ല. അവയെല്ലാം ഇപ്പോൾ തന്നെ ആനക്കൂട്ടങ്ങളുടെ കാലിൻ്റെ അടിയിൽ ചതഞ്ഞരഞ്ഞു പോയി കാണും. കടുവകൾ പൊതുവെ രാത്രികാലങ്ങളിൽ 8 മുതൽ 10 മൈൽ വരെ സഞ്ചരിക്കാറുണ്ട്. അവയ്ക്ക് ഉണങ്ങിയ പുല്ലുകൾക്കിടയിലൂടെ നടക്കുന്നത് ഇഷ്ടമല്ല. ശബ്ദമുണ്ടാക്കി നടക്കുന്നത് അവയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവയുടെ കാൽപാദങ്ങൾക്ക് മൃദുലമായി തോന്നുന്ന മണ്ണിലൂടെയും തുറസായ സ്ഥലങ്ങളിലൂടെയുമാണ് കടുവകൾ എപ്പോഴും നടക്കാൻ തിരഞ്ഞെടുക്കാറ്. അതിനാൽ തന്നെ ആ രാത്രിയും കടുവ തങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ജോർജ് ഹോഗൻസ് വിശ്വസിക്കുന്നു. കടുവകൾക്ക് വലിയ കൗതുകമാണ് തങ്ങളുടെ മുന്നിൽ നടന്നു പോകുന്ന ഈ കൂറ്റൻ രൂപങ്ങൾ എന്തിനാണ് പെട്ടെന്ന് നിശ്ചലമായതെന്നറിയാൻ. ആ കടുവയും കൗതുകത്തോടെ അവിടെ കാത്തു നിന്നിരിക്കാം. ആ സമയം അവിടെ ഉണ്ടായിരുന്ന മാനിനെ പിടിക്കാൻ കടുവ ഒരു ശ്രമം നടത്തിയിരിക്കണം. എന്നാൽ ആ മാൻ രക്ഷപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ കടുത്ത നിരാശയും ദേഷ്യവുമാണ് ഒരു ഉഗ്രഗർജനമായി കേട്ടത്. ആ ഗർജനം കേട്ടാണ് ആന ഭയന്നോടിയത്. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നായാട്ട് പരിശീലനം ചെയ്യാത്ത ആനകളെ കൊണ്ടുപോയതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് വീണ്ടും വീണ്ടും അവർ ഓർത്തു.
പരിശീലനം ലഭിച്ച ആനകളായിരുന്നുവെങ്കിൽ വെറുമൊരു കൊമ്പനെ കണ്ട് അവ ഒരിക്കലും വിറച്ച് നിൽക്കില്ലായിരുന്നു. ആകാശത്തേക്ക് റൈഫിൾ ചൂണ്ടി ഒരു വെടിയുതിർത്ത് ആ ആനയെ വിരട്ടുവാൻ അവർക്ക് കഴിയുമായിരുന്നു. എങ്കിലും ബക്സറിലെ അന്നത്തെ ആ വന്യമായ രാത്രി അവർക്ക് വലിയൊരു പാഠമായിരുന്നു. കാടിൻ്റെ നിയമങ്ങൾ അല്പമൊന്ന് തെറ്റിച്ചാൽ മരണം ഏതു നിമിഷവും ഗർജിച്ചുകൊണ്ട് മുന്നിലെത്താം. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.